ഇന്ന് ഞാൻ ക്ഷയരോഗത്തെ പറ്റിയും അതിൻ്റെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ പറ്റിയുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കഴിഞ്ഞ മാർച്ച് 24 വേൾഡ് TB ഡേ ആയിട്ട് ആചരിച്ചത്. ഈ വേൾഡ് TB ഡേയുടെ പ്രസക്തി എന്തെന്നാൽ, നമുക്ക് ലോകത്തിലെ ആഗോളാന്തരം നമ്മൾ നോക്കിയാൽ ഏറ്റവും അധികം മരണനിരക്കുള്ള ഒരു സാംക്രമിക രോഗം എന്താണെന്ന് ചോദിച്ചാൽ അത് TB തന്നെയാണ്. ഇത്രയും വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടും ബാക്കി എല്ലാ മേഖലകളിലും ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് TB എന്ന രോഗം കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളുടെ കോവിഡ് മഹാമാരി ഈ TB നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത് പോസ്റ്റ് TB ഇറയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ക്രമാതീതമായ TB കേസസ് ഉള്ള വർധനവില്ല. എന്നിരുന്നാലും നമ്മൾക്ക് 2023 കണക്കനുസരിച്ചിട്ട് 1.45 മില്യൺ ആൾക്കാർ TB എന്ന രോഗം മുഖേന മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 10 ഇരട്ടി ആൾക്കാർ, അതുപോലെ ഒരു 10.4 മില്യൺ ആൾക്കാർ TB രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി ഈ നമ്പേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. പിന്നെ അപ്പം ഇതിൻ്റെ TB രോഗ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ട് ഉള്ള ഒരു WHO പ്രോഗ്രാമാണ്. അപ്പം നമ്മളുടെ WHO ഇനിഷ്യൽ എലിമിനേഷൻ പ്രോഗ്രാം അനുസരിച്ച് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അനുസരിച്ച് 2030 TB നിർമ്മാർജ്ജനം ചെയ്യണം എന്നായിരുന്നു കണക്ക്. പിന്നെ നമ്മളുടെ കോവിഡ് മഹാമാരി ഈ പ്രോഗ്രാം സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിലും 2035 ആകുമ്പം നമ്മൾക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നാണ് നമ്മളുടെ എയിം, നമ്മളുടെ ഗോള്. ഈ ശരിക്കും ആദ്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്ഷയരോഗം ആദ്യം ആൾക്കാർ വിചാരിച്ചിരുന്നത് ഇത് ദേവശാപം അങ്ങനെ കൊണ്ടുണ്ടാവുന്നതാണ്, വൈറ്റ് പ്ലേഗ് എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ശരിക്കും റോബർട്ട് കോക്ക് 1885 ഈ TB രോഗം മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത് എന്നുള്ള കണ്ടുപിടുത്തം തന്നെ നമുക്ക് TB പ്രിവെൻഷനുള്ള ഒരു ആദ്യ സ്റ്റെപ്പായിരുന്നു. കാരണം മുമ്പ് കാരണം അറിയത്തില്ല. ഈ ഒരു രോഗം ഉള്ള ആൾക്കാർ രോഗികളെ ഐസൊലേറ്റ് ചെയ്തിരുന്നെങ്കിലും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ രോഗം പകരുന്ന തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിൽ പകർന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിപ്പം ഈ ഒരു ബാക്ടീരിയയാണ് നമ്മൾക്ക് ക്ഷയം ഉണ്ടാക്കുന്നതിനുള്ള ഡിസ്കവറി തന്നെ നമുക്ക് ഈ അസുഖം വേഗം ഡയഗ്നോസിസ് ചെയ്യുന്നതിനും അതിന് പ്രോപ്പറായിട്ടൊരു റെമഡി കണ്ടുപിടിക്കുന്നതിനും ഒരുപാട് ഉപകാരമായിട്ടുണ്ട്. അപ്പം നമുക്ക് TB നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഏർലി ഡയഗ്നോസിസ്. തീർച്ചയായിട്ടും ക്ഷയരോഗികളെ ആദ്യം അവരുടെ രോഗനിർണയം ചെയ്യുക, എന്നിട്ട് ഏറ്റവും ഉചിതമായ ട്രീറ്റ്മെൻറ്റ് അത് കൊടുക്കുക. അത് പറയുന്ന കാലയളവിൽ ഡോക്ടർ നിശ്ചയിച്ചിരിക്കുന്ന കാലയളവിൽ കൃത്യമായിട്ട് കൊടുക്കുക. ഇതാണ് TB നിർമ്മാർജ്ജന പ്രവർത്തനത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഏർലി ഡിറ്റക്ഷൻ, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇവരുടെ ട്രീറ്റ്മെൻറ്റിന് ഈ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണം. ഇതെല്ലാം പോളിസി മേക്കേഴ്സിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പ്രോഗ്രാമാണ്. ഇതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഈ TB രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുക മാത്രമല്ല, ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB പിന്നെ ഒരുപാട് ഇപ്പോൾ ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഡ്രഗ് റെസിസ്റ്റൻറ്റ് TBൻ്റെ കേസസ് കുറയ്ക്കാനും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ TB വരാനായിട്ട് വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾക്ക് പ്രായം കുറഞ്ഞ കുട്ടികൾ എന്ന് വെച്ചാൽ 5 താഴെ പ്രായമുള്ള കുട്ടികൾ, പിന്നെ വയോധികരിൽ ഇവർക്ക് TB വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം ഇവരുടെ പിന്നെ ഹൗസ് ഹോൾഡിൽ ഒരു TB പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രായം കുറഞ്ഞ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും വയോധികരെയും തീർച്ചയായിട്ടും അവർക്ക് TB ഉണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്.
പിന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ പ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ അൺകൺട്രോൾ ഡയബറ്റിസ്, പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എടുക്കുന്നവർക്കും എന്തെങ്കിലും ഫാക്ടേഴ്സ് കാരണം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൂടുതൽ സസെപ്റ്റബിളാണ് TB രോഗം ബാധിക്കാൻ. അവരെ തീർച്ചയായിട്ടും പരിശോധിക്കണം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗവൺമെൻറ് അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, നമുക്കിപ്പോൾ ഒരു പ്രൈവറ്റ് പബ്ലിക് ഒരു കോർപ്പറേഷനിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ തന്നെ ഈ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ മെഡിക്കേഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം സപ്ലൈ ഒക്കെ മരുന്നിൻ്റെ സപ്ലൈ ഒക്കെ ഗവൺമെൻറ്റും പ്രോപ്പറായിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾക്ക് ഏത് ഒരു പ്രോഗ്രാമിനും അതിൻ്റെ സക്സസിൻ്റെ ഇത് നിർണ്ണയിക്കുന്നത് ബാക്കി ജനപങ്കാളിത്തമാണ്. എല്ലാവരുടെയും എന്ന് വെച്ചാൽ ഈ രോഗത്തിനെ പറ്റിയുള്ള അവബോധവും പിന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സും എടുക്കാനായിട്ടുള്ള അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു സ്റ്റിഗ്മയുണ്ട്. ഈ ക്ഷയരോഗം ബാധിച്ചാൽ മറ്റുള്ളവർ അറിയുന്നത് നാണക്കേടാണെന്ന് കരുതുന്നവരുണ്ട്. ആ സ്റ്റിഗ്മ ഒന്ന് മാറ്റാനുള്ള സമയം കഴിഞ്ഞു. കാരണം നമ്മൾക്ക് ഇനി അധികം സമയമില്ല. ഈ TB നിർമ്മാർജ്ജനം നമ്മൾ 2035 നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ആ ഒരു സമയത്തിനകം നമ്മളുടെ ഈ പ്രോഗ്രാം ഫലവത്താകേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളും എല്ലാവരും ഈ TB എലിമിനേഷൻ പ്രോഗ്രാമിലോട്ട് അണിചേരാം. താങ്ക് യു.